ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ റെസിപ്പി ചക്ക കൊണ്ടൊരു അവിയലാണ്. ചക്ക അവിയൽ പൊതുവെ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക അവിയലിന് 2 പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത, ഇത് ഞാൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് 50 വർഷത്തിന്മേൽ പഴക്കമുള്ള ഒരു കൽച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ തലമുറകളായിട്ട് ഞങ്ങൾ കൈമാറി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനാണ് അത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രുചിക്കൂട്ടാണ്. അത് പണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന ഒരു ചക്ക അവിയലിൻ്റെ രുചിക്കൂട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അവിയലിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചക്കയുടെ മുള്ളൊഴികെ ബാക്കിയെല്ലാം തന്നെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ അരിഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുള്ള് ഞാൻ മാത്രം മാറ്റിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഇത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കൽച്ചട്ടി ഇതാണെങ്കിൽ 50 വർഷത്തിന്മേൽ പഴക്കമുണ്ട്. ഇപ്പോഴും ഞാൻ ഇതിൽ തന്നെയാണ് സാമ്പാറാണെങ്കിലും അവിയലാണെങ്കിലും മോരാണെങ്കിലും എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഇതിലുണ്ടാക്കുന്നതാണ് എല്ലാവർക്കും കൂടുതൽ തന്നെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് അഥവാ നിങ്ങൾക്കത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കിതിൽ മേടിച്ചിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും ഇതിൽ ഉണ്ടാക്കുന്നതിൻ്റെ രുചി വ്യത്യാസമൊക്കെ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചതെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ആദ്യം അത് തയ്യാറാക്കാം. ഇവിടെ ഞാനൊരു 10 പച്ചമുളക് നടുവേ കീറി എടുത്തിട്ടുണ്ട്. അതേപോലെ 6 കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. ഇത് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലൂടെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും എൻ്റെ ഈ കൂട്ട് ഒരു പ്രായമുള്ളൊരമ്മ പറഞ്ഞു തന്നൊരു കൂട്ടാണ്. പണ്ട് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ അമ്മയുടെ ഒരു രുചിക്കൂട്ടിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളമല്ല, ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ തവിയൊന്നും ഉപയോഗിച്ചിട്ടുള്ള കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇത് ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. പകുതി വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം പകുതി വേവായിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഒരു 5 പയറും നീളത്തിലരിഞ്ഞത് 2 മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. ഇതിൽ പയറും മുരിങ്ങക്കോലും വീട്ടിൽ തന്നെ കൃഷി ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുമ്പം അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് നമുക്ക് പകുതി വേവിച്ച് വെച്ചിരുന്ന ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് നോക്കണം, ഇടയ്ക്കത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് വേവാനായിട്ട് നമുക്ക് വെക്കാം. ഇതിപ്പം ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് ഇവിടെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപ്പും പുളിയെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 തേങ്ങ ചിരവിയത് മൊത്തം എടുത്തിട്ടുണ്ട്. അതിന് കൂടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല ജീരകം 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഒരു 10 ചുമന്നുള്ളി,
12 വെളുത്തുള്ളി ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 മിനിറ്റോ ഇതിങ്ങനെ തന്നെ വെക്കാം, കാരണം ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ കൽച്ചട്ടിയിൽ വെച്ച ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെയും അവിയലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടുംബളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.